ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എനിക്കും ചേട്ടായിക്കും ജോലിക്ക് പോകണം, മക്കൾക്ക് സ്കൂളിലും പോകണം. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പണ്ടെൻ്റെ അപ്പൻ പറയുമായിരുന്നു, അതിരാവിലെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങി പറുദീസായിലെ കാറ്റ് കൊള്ളണമെന്ന്. അപ്പോൾ അപ്പൻ രാവിലെ എണീക്കും, മക്കളെയൊക്കെ വിളിച്ചെണീൽപ്പിക്കും. എല്ലാവരും പുറത്തിറങ്ങണം, കുറച്ച് നേരം ശുദ്ധവായുവൊക്കെ ശ്വസിച്ച്. അന്നൊക്കെ മുറ്റത്തിറങ്ങി നിന്നാണ് നമ്മൾ പല്ലൊക്കെ തേക്കുന്നത്. ഇതുപോലെ പെരയ്ക്കകത്ത് പല്ല് തേക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. മുറ്റത്തിറങ്ങുന്നു, എല്ലാവരും നിന്ന് പല്ല് തേക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈ അപ്പനോ വെളുപ്പാങ്കാലത്ത് എണീക്കും, ഈ മൂടി പുതച്ച് കിടന്ന്. അതും നമ്മുടെ ഇടുക്കിയിലുള്ളവർക്കറിയാം, വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക തണുപ്പും. അപ്പനത് അന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല, പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് മുറ്റത്തിറങ്ങി ഈ ഒരു തണുപ്പും ഒക്കെ ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമുക്ക് ഈ പ്രത്യേക ഒരു ഊർജ്ജസ്വലതയൊക്കെ കിട്ടും. രാവിലത്തെ ഈ ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് നമ്മൾ പെരയ്ക്കകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് പണിയെടുക്കാനൊക്കെ ഒരു പ്രത്യേക ആരോഗ്യം എവിടെ നിന്നൊക്കെയോ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ മോൾ എണീറ്റിട്ടുണ്ട്. അവൾ പഠിക്കാനിരിപ്പുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് പോയി ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് നോക്കി. എന്നറിയത്തില്ല, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊന്ന് വെളുപ്പിന് എണീറ്റിട്ടുണ്ടെങ്കിൽ നിശബ്ദതയിലിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിലേക്ക് ഒന്നും കയറത്തില്ല. പിന്നെയും കിടന്ന് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു. വലിയ പഠിപ്പിസ്റ്റൊന്നും ആയിരുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം നേരത്തേക്ക് എണീക്കുമല്ലോ പരീക്ഷയൊക്കെ ആണെങ്കിൽ. അങ്ങനെയൊക്കെ എണീക്കുമ്പോൾ പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു രാവിലെ എണീറ്റ്. രാത്രിയിൽ വൈകുന്നേരം കുറേ അധിക നേരം ഇരുന്ന് പഠിക്കുന്നതായിരുന്നു ശീലം. അപ്പോൾ ഒരു 11:30 വരെയൊക്കെ ഇരുന്നാലും 10 മണി വരെയൊക്കെ ഇരുന്നാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ വെളുപ്പിന് എണീറ്റ് പഠിക്കുകയായിരുന്നു. മോൾക്കും അങ്ങനെയൊക്കെ തന്നെ ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ട്. അവൾക്കും വൈകുന്നേരമാണ് എങ്കിലും കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ രാവിലെ എണീക്കും. ഇവിടെ ഇടുക്കിയിലെ തണുപ്പിന് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, അതുപോലെ തന്നെ വൈകുന്നേരവും നല്ല തണുപ്പാണ്. നല്ല മഞ്ഞുണ്ട് പുറത്ത്. നേരം വെട്ടം വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൾ ഇരുന്ന് പഠനത്തിലാണ്. കുഞ്ഞും ആ മുറി തന്നെയാണ് കിടക്കുന്നത്, കുഞ്ഞവളും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ആൾ ഉറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാത്സ് എന്തോ ആണ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ തലേന്ന് ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം മാക്സിമം വൈകുന്നേരം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുവാണെങ്കിൽ രാവിലെ നമുക്ക് വെപ്രാളപ്പെടണ്ടല്ലോ. അതുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരം തന്നെ ചെയ്തു വെക്കും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ആരും നമ്മളെ വിളിച്ചുണർത്തേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടത്തെ പോലെ. നമ്മൾ ചിലപ്പോൾ അലാറത്തിന് മുന്നേ എണീക്കും. അലാറം അടിക്കുന്നതിന് മുന്നേ ഒക്കെ ഞാൻ ചില ദിവസങ്ങളിൽ എണീക്കാറുണ്ട് കേട്ടോ. ഞാൻ എണീറ്റതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അലാറം അടിക്കുന്നത്. കാരണം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ അങ്ങനെ ആക്കി. പണ്ടൊക്കെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇവരെന്തിനാണ് ഇത്ര നേരത്തെ എണീക്കുന്നത്, ഇവരെന്തിനാണ് നമ്മളെ ഇത്ര നേരത്തെ വിളിച്ചെണീപ്പിക്കുന്നത്. കാരണം അവരുടെ തിരക്കുകൾ തീർത്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അവർക്കും പണിക്ക് പോകാൻ. ഇന്ന് അതേ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഈ കൊച്ചു കുടുംബം പോറ്റാനായിട്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെ ഓടിത്തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ ആരും വിളിച്ചെണീപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ഉത്തരവാദിത്തത്തിനനുസരിച്ച് രാവിലെ എണീക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു പക്വതയിലേക്ക് നമ്മളും മാറും. അതൊരു മാറ്റമാണ്, അത് അനിവാര്യമാണ്. ആ മാറ്റം നമ്മളിലും സംഭവിച്ചിരിക്കുന്നു. ഇപ്പം ആരും നമ്മളെ വിളിച്ചുണർത്തണ്ട, ചിലപ്പോൾ അലാറത്തിന് മുന്നേ നമ്മൾ എണീക്കും. അതാണ് ഉത്തരവാദിത്വം. അപ്പോൾ കൃത്യസമയത്ത് എണീറ്റ് നമ്മൾ കാര്യങ്ങൾ ഓടിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഈ ഓട്ടത്തിലാണ്. സമാധാനപരമായിട്ട് ഇച്ചിരി നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൽ ആ സമാധാനം വൈകുവോളം ഉണ്ടാവും. രാവിലെ എണീറ്റ് ഭയങ്കരമായിട്ട് അലച്ച് തല്ലി പണിയെല്ലാം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി ജോലി സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ഏകദേശം മടുക്കും. പിന്നെ അവിടുത്തെ പണിയും കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിയുമ്പോഴും രാവിലെ തല്ലി അലച്ചോടിയതിൻ്റെ ബാക്കി പണികൾ വീട്ടിൽ കാണും. അത് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ട് അതും തീർത്ത് പിന്നെ വൈകുന്നേരത്തെ പണികൾ. അന്നത്തെ ദിവസം മുഴുവൻ പോക്കാണ്. അതേസമയം ഇത്തിരി നേരത്തെ എണീറ്റ് എന്താണേലും നമുക്ക് പോകണം. അപ്പം കൃത്യസമയത്ത് എണീക്കാൻ തന്നെ. അപ്പം 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ എണീക്കുക. അല്ലെങ്കിൽ 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് തന്നെ എണീക്കുക. പിന്നെ അത് സ്നൂസ് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം പോക്കാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ ഓടിയെത്തത്തില്ല, ശരിക്കും തല്ലിപ്പിടയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സമയം കിട്ടത്തില്ല. ഓട്ടം. മക്കളെയും കഴിപ്പിക്കാൻ നേരം കിട്ടുകയില്ല, നമുക്കും കഴിക്കാൻ സമയം കിട്ടുകയില്ല. എല്ലാം ഒരു വെപ്രാളമായിരിക്കും. അതേസമയം ആ കൃത്യസമയത്ത് എന്താണേലും എണീക്കണം. 5 മിനിറ്റ് കൂടെ കിടന്നിട്ട് പ്രത്യേകിച്ച് ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കൃത്യസമയത്ത് തന്നെ എണീക്കും കേട്ടോ. സ്നൂസ് ചെയ്ത് വെച്ച് കിടക്കുന്ന പരിപാടിയേ ഇല്ല. കാരണം അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈകോളം ഓട്ടമായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന്, ചിക്കനല്ല മീൻ, സോറി,
എന്തെങ്കിലും ഒരു നോൺ വെജ് കാണും കേട്ടോ. അപ്പോൾ ചിക്കനോ മീനോ എന്തെങ്കിലും കാണുമായിരിക്കും രാവിലെ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്കത് ക്ലീനാക്കി തന്നെയാണ് തരുന്നത്. പിന്നെ ഇവിടെ വന്ന് ഒന്നും കൂടെ ചെറിയ രീതിയിലൊക്കെ ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി അകത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലീനാക്കി എടുത്ത് ഞാൻ പല പാത്രങ്ങളിലായിട്ട് സ്റ്റോക്ക് ചെയ്യുകയും ഓരോ ദിവസം പുറത്തേക്ക് എടുക്കുന്നു. അപ്പം ഒരു ദിവസം പുറത്തെടുത്ത് അത് തലേന്ന് തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഓരോ ബോക്സിലാക്കി അടച്ചു വെക്കുന്നത്. അപ്പം ഇവിടെ വെച്ചു പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് നിന്ന് ആവശ്യത്തിനെടുത്തിട്ട് വീണ്ടും അത് വെള്ളം ഒഴിച്ച് അകത്ത് വെക്കുമ്പം അതിൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും, അത് കൊള്ളത്തുമില്ല. അങ്ങനെ നമ്മൾ തരുതരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വെക്കുന്നത് കൊള്ളത്തില്ല. അപ്പം ചെറിയ ചെറിയ ബോക്സുകളിലോ സിപ്ലോ കവറുകളിലോ ഒക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരേ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന ആ ബുദ്ധിമുട്ട് അങ്ങ് ഒഴിവാക്കാം. അപ്പം ഞാൻ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചേക്കുവാണ്. അപ്പം മീനൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ നമ്മൾ ഇന്ന് കറിയാക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ്. അത് രണ്ടും കൂടി ഒന്ന് തോരൻ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് തോരൻ വെക്കുന്നു. പിന്നെ മോരുകറി തലേന്ന് വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ പിന്നെ എന്തെങ്കിലും അച്ചാറോ അത്രയൊക്കെ മതി കറി. ലഞ്ചിന് എന്തിനാ ഒരുപാട് കറി? പെട്ടെന്ന് നമുക്ക് വിശന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ കറിയെന്ന് പോലും നോക്കാനുള്ള സമയം കിട്ടത്തില്ല. അതിനിപ്പോൾ ലഞ്ചകത്താക്കുക. കാരണം അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമൊന്നും ജോലി സ്ഥലത്ത് കിട്ടാറില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചു തീർക്കണം. അപ്പോൾ നമ്മൾ കറി എന്താണെന്ന് ഒത്തിരി നേരം അന്വേഷിച്ചിരിക്കാനൊന്നും പോകാറില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഭക്ഷണം അകത്താക്കും. കുട്ടികളാണെങ്കിലും അവർക്കൊരു കൃത്യസമയമുണ്ടല്ലോ ലഞ്ച് ടൈം. അതിനുള്ളിൽ വിശന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ ഉച്ചക്കത്തേന് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമാണ് അങ്ങനെ എന്നാ കറിയുള്ള ഇന്ന് എന്നാ വൈകുന്നേരത്തിന് സ്പെഷ്യൽ എന്നൊക്കെ അന്വേഷിക്കാറുള്ളൂ. രാവിലെ അതുപോലെ തന്നെ ഈ വെപ്രാളത്തിൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കഴിച്ച് ഓടിപ്പോക്കോളും. വൈകുന്നേരം മാത്രമേ ഈ അന്വേഷണങ്ങൾ വരാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണ് നുറുക്ക് ഗോതമ്പില്ലേ. നുറുക്ക് ഗോതമ്പ് പണ്ട് നമുക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പ്രത്യേക ടേസ്റ്റായിരുന്നു അല്ലേ ആ ഉപ്മാവിന്. ഞാൻ അംഗൻവാടിയിൽ പോയില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ടും എൻ്റെ പാത്രം എൻ്റെ അടുത്തുള്ള വീട്ടിലെ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. വൈകുന്നേരം വരുമ്പോൾ കൃത്യമായിട്ട് ഉപ്മാവ് വാങ്ങിച്ചുകൊണ്ട് വരും. മടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അംഗൻവാടിയിൽ പോവില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഉപ്മാവിനുള്ള പാത്രത്തിൽ എനിക്ക് കൃത്യമായിട്ടും വൈകുന്നേരം അവൾ ഉപ്മാവ് എത്തിച്ച് തരുമായിരുന്നേ. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സാധനം ഒരു ക്യാരറ്റ്, ഒരു സവാള, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം. എങ്കിലും ഇത് ക്യാരറ്റ് സവാള മാത്രം ചെറുതായിട്ട് ഈ ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചോപ്പറിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ ചോപ്പർ ഞാൻ മേടിച്ചത് ഓൺലൈനിലല്ല. ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ട് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പ്രായമുള്ളൊരു കൊച്ച്, ചേച്ചി എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എന്നതാ വാങ്ങണ്ടേ? അപ്പോൾ ഇന്നതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചായപ്പൊടി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മേടിക്കുക. എനിക്ക് ഇവരോട് മേടിക്കാതെ വിടാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തെങ്കിലും മേടിക്കണം. കുഞ്ഞുങ്ങളിങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി അവർക്ക് എന്തോ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എങ്കിൽ പോലും ഒന്നും മേടിക്കാതെ ഞാൻ അവരെ വിടാറില്ല കുട്ടികൾ വരുമ്പോൾ. തീരെപ്പൊടി കുഞ്ഞുങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എന്താണെന്ന് വെച്ചാൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ചോപ്പർ കാണിച്ചു തന്നു. ഓക്കെ ഞാൻ വാങ്ങിച്ചു. 450 രൂപ എങ്ങാണ്ടായി അതിന്. അപ്പോൾ ഇച്ചിരി വില കൂടുതൽ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിലും ചെറിയ വിലയ്ക്ക് ഓൺലൈനിൽ കിട്ടുമായിരുന്നു. എങ്കിലും പോട്ടെ സാരമില്ല എന്ന് വിചാരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ വള്ളി അങ്ങ് പൊട്ടി. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. അവർ ഒരു നമ്പരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, ആരും ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാനിത് സങ്കടത്തോടൊരു മൂലയ്ക്ക് തള്ളി. എന്നാലും എൻ്റെ 450 പോയല്ലോ എന്നൊരു ചെറിയ വിഷമം. പക്ഷേ പിന്നീട് അതിനെ ഒപ്പിച്ചൊരു വള്ളി എനിക്ക് വേറൊരെണ്ണം കിട്ടിയപ്പോൾ ചേട്ടാ എനിക്കത് സെറ്റാക്കി തന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഒരു കേടുമില്ല കേട്ടോ. ഇടയ്ക്ക് ചെറിയൊരു സങ്കടം വന്നെങ്കിലും പിന്നീട് ചോപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് മാത്രമേ നല്ല മൂർച്ചയായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. വലിയ ഉപകാരം കേട്ടോ ചോപ്പർ. ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. എല്ലാവരും ഉപയോഗിക്കുന്നത്. എന്നാലും ഞാൻ ആ ചോപ്പറിൻ്റെ കഥയങ്ങ് പറയുന്നേ ഉള്ളൂ. എനിക്കങ്ങനെ കുട്ടികളൊക്കെ വീട്ടിൽ കൂടെ വരുമ്പോൾ നമുക്കൊന്നും മേടിക്കാതെ വിടാൻ ഒരു മനസ്സ് തോന്നാറില്ല. അപ്പോഴേക്കും ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് ബൂസ്റ്റിട്ട് ചായ അല്ലെങ്കിൽ കോഫി പൗഡർ, പാല് തന്നെ കുടിക്കാൻ വലിയ താല്പര്യമില്ല. അങ്ങനെ അവർക്കുള്ള 2 ഗ്ലാസ് ചായ പകർന്നു. ഞങ്ങൾക്ക് ചായപ്പൊടിയിട്ട് ചായ എടുത്തു. പിന്നെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ഇട്ടപ്പോഴത്തേനും പരിസര പ്രദേശങ്ങളിലെല്ലാം ഭയങ്കര പൊട്ടിത്തെറി. കൂടത്തിൽ നമ്മൾ 2-3 ഉഴുന്നും കൂടി ഇട്ടു. അപ്പോൾ അതെല്ലാം കൂടെ കിടന്ന് പൊട്ടിത്തെറിച്ച് ആ പരിസരത്തേക്കെല്ലാം പോകുന്നുണ്ട്. ഞാനതങ്ങ് മൂടി വെച്ച്. തെറിച്ച് പോകണല്ലോ. എന്നാലും ഒറ്റ കടുക് പാത്രത്തിൽ കാണത്തില്ല, അമ്മാതിരി പൊട്ടിത്തെറി. അതിനുശേഷം ഇഞ്ചി, നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു ഇളക്കി. പിന്നെ നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു. അതിനിടയ്ക്ക് മൂത്തവളൊന്ന് ഓടി വന്നാൽ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നാട് വിട്ടേ. അപ്പോൾ ഇവിടെ ഇതെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ തലേന്ന് തന്നെ ഒരു ഗ്ലാസ്
എന്താ നുറുക്ക് ഗോതമ്പെടുത്ത് നന്നായിട്ട് കഴുകി വാരി വെള്ളം തോർത്തി വറുത്തു. ഓട്ടുപറ എന്ന് പറഞ്ഞാൽ എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വറുത്ത് അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ അത് കോരി മാറ്റി വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനിപ്പോൾ കുക്കറിലേക്ക് ആ ഒരു ഗ്ലാസ് ഗോതമ്പ് ഇട്ടതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉപ്പും ഇട്ട് നമ്മളിതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി തട്ടിപ്പൊത്തി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് അതെല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ലോ ഫ്ലെയിമിൽ. ഒത്തിരി നേരം 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉപ്പുമാവ് റെഡി. അപ്പോഴേക്കും അമ്മൂസ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞങ്ങൾ കുറച്ച് ചോദ്യോത്തര പരിപാടികളൊക്കെ നടത്തും. ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പാക്കും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ, ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ പാലും കുടിക്കാം, അത്യാവശ്യം പഠനം നടക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ ഉണ്ടാവും ആൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ പണികളോടൊപ്പം അവളോട് ചോദിക്കുക. പിന്നെ അവൾ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചേട്ടായിയാണ് കേട്ടോ അവളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതും അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും എല്ലാം. രാവിലെ ഫുഡൊക്കെ വാരി കൊടുക്കുകയും രാവിലെ തനിയെ വാരി കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. വൈകുന്നേരമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം നമ്മൾ അവളെ കൊണ്ട് തന്നെ കഴിപ്പിക്കും. അല്ലെങ്കിൽ ഇവർ തന്നെ കഴിക്കാൻ അറിയില്ലാത്തവരായി പോകത്തില്ലേ, ഉച്ചയ്ക്ക് അവർ തന്നെ ലഞ്ച് കഴിക്കുമ്പോൾ മൊത്തം നാശമാക്കും. അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ അവൾ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ മൂത്തവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് എത്തി നോക്കിയിട്ട് ഓടിപ്പോയി വീഡിയോ എടുക്കുകയെന്നുണ്ട്. അപ്പം പിന്നെ അവൾക്ക് ഇച്ചിരി ഏറെ സമയം വേണം മുടിയൊക്കെ ഒന്ന് കെട്ടാനായിട്ട്. ഇച്ചിരി നന്നായിട്ട് ചുരുണ്ട മുടിയാണ്. അപ്പോൾ അതിൻ്റെ ചെടയൊക്കെ കളഞ്ഞ് കെട്ടാനായിട്ട് നല്ല സമയമെടുക്കും. അപ്പോൾ അവൾ മുടി കെട്ടുക അത് ചെറിയ പ്രായത്തിലേ മുതലേ ഞാൻ അവളെ ശീലിപ്പിച്ചായിരുന്നു കേട്ടോ. ഒരു 4ാം ക്ലാസ് മുതൽ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ ചെയ്തോളും. നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. മുടിയൊക്കെ കെട്ടാനുള്ള എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് മുടിയൊക്കെ 2 സൈഡിലും കെട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒരുക്കി വിട്ടിട്ട് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് വൈകുന്നേരം അവർ വരുമ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മുടെ ജീവിത രീതികൾ അങ്ങനെയല്ലാത്തത് കൊണ്ടും അതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് അവളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശീലിപ്പിച്ചായിരുന്നു ചെറിയ പ്രായത്തിലെ. മൂത്തയാളെ എല്ലാ കാര്യങ്ങളും ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്കതൊരു ഒത്തിരി സഹായമാണ്. അവളുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടണ്ട. അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ നല്ല നീറ്റായിട്ട് ചെയ്തോളും. അതെനിക്കൊരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. അന്നങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് അന്ന് ഇച്ചിരി സങ്കടപ്പെട്ടെങ്കിലും ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അവളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ കുഞ്ഞുമോളെ ചേട്ടായിയാണ് ഫുഡ് കൊടുക്കലും പരിപാടികളും ഒക്കെ. കാരണം നമ്മൾ തന്നെ ഓടിയെത്തത്തില്ല, നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ചേട്ടായും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. ലഞ്ച് ഞാൻ പാക്ക് ചെയ്ത് വെക്കും, അതെല്ലാം അതാത് ബാഗുകളിലേക്ക് വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ചേട്ടായിയുടെയാണ്. അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടെ ചെയ്തെത്തുമ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും 2 പേരും ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു, എല്ലാവരും ഒരേ സമയത്ത് 8:30 ആകുമ്പോൾ തന്നെ ഇറങ്ങുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഒരാൾ തന്നെ ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൂടെയുള്ളയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഈ വീഡിയോ എടുക്കലും ഈ പരിപാടികളും എല്ലാം കാര്യം പറഞ്ഞാൽ വീഡിയോ എടുത്തൊന്നും തരാൻ നിൽക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേട്ടായി ചെയ്തുകൊണ്ടാണ് എനിക്കിതിനൊപ്പം ഇതൊക്കെ ചെയ്യാനും പറ്റുന്നത് കേട്ടോ. അപ്പം ചേട്ടായിയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പാത്രം കുറച്ച് കഴുകാനുണ്ടായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടേ പോകാറുള്ളൂ. വൈകുന്നേരം ഇങ്ങനെ വരുമ്പോൾ ഈ സിങ്കിനകത്ത് ഇങ്ങനെ പാത്രം കിടക്കുന്ന കാണുമ്പോഴത്തേനും ഒന്നാമതേ നമ്മൾ മടുത്താണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇതിലെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴത്തേനും നമുക്ക് പിന്നെ ലഞ്ച് ബോക്സ് ഒരു ഇന്നത് കഴുകാൻ കാണും. എല്ലാവരുടെയും ലഞ്ച് ബോക്സ് തന്നെ കാണും, കറിപ്പാത്രം, ഈ ചെറിയ ചെറിയ പാത്രങ്ങൾ, അത് 4 പേരുടെയും കൂടെ ആകുമ്പോൾ കുറേ കഴുകാൻ കാണും. പിന്നെ വൈകുന്നേരത്തെ ചായ കുടിയുടെ ഒരു അലമ്പ്, അങ്ങനെ വൈകുന്നേരം തന്നെ ഒരു ഇന്ന പാത്രങ്ങളാണ്. അതിൻ്റെ കൂടെ രാവിലെ നമ്മൾ ചിറമിച്ചിട്ടിട്ട് പോയ പാത്രങ്ങളും കൂടെ കഴുകാൻ കിടപ്പുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ നിന്ന് കഴുകാനുള്ള പാത്രം കാണും. അതുകൊണ്ട് രാവിലെ ഞാൻ മാക്സിമം ആ പണിയോടൊപ്പം തന്നെ പാത്രങ്ങളും കഴുകി പോകും. പിന്നെ ലാസ്റ്റ് കുറച്ച് കാപ്പി കുടിച്ചതും കുറച്ച് അലുക്കുലത്ത് പാത്രങ്ങളും കാണും, അതും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ രാവിലെ ഏറ്റവും സമയം എനിക്ക് പോകുന്നത് ഈ ലഞ്ച് പാക്കിംഗ് ആണ്. പലർക്കും പല രീതിയിൽ, ചിലപ്പോൾ എല്ലാ കറികളൊന്നും എല്ലാവരും ഒന്നും കൂട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പലതരം കറികൾ എല്ലാം അങ്ങനെ ആകെ മൊത്തം എനിക്ക് ഇച്ചിരി സമയം എടുക്കുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ ഈ ലഞ്ച് പാക്കിംഗ് ആണ്. അതൊരു 7:30 ആകുമ്പോൾ തുടങ്ങിയില്ലെങ്കിൽ കൃത്യം 7:30 ആകുമ്പോൾ എനിക്ക് ലഞ്ച് പാക്കിംഗ് തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഫുഡെല്ലാം റെഡിയാക്കി കിട്ടണം. അപ്പോൾ ഈ ലഞ്ച് പാക്കിങ്ങിൻ്റെ സമയം ഭയങ്കര ജഗപുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് കുറച്ച് സമയം അധികം വേണ്ട കാര്യമാണ്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇനി അത് ബാഗിലേക്ക് ആക്കുന്നത് ചേട്ടായുടെ ഡ്യൂട്ടിയാണ്. പിന്നെ ഉപ്മാവ് കൊണ്ട് നല്ല വെറുവറാന്ന് കിട്ടിയിട്ടുണ്ട്.
ഒരു ഒന്നൊന്നേ തൊടാതെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഉപ്മാവിന്. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കാറ്, നിങ്ങൾ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഉപ്മാവ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനും തോന്നും. കുറച്ച് ഏറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും, മേടിച്ച് കഴിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. ഞാൻ ഈ പെട്ടെന്ന് ഈ മുട്ടയൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നവർ ആവശ്യത്തിന് അതെടുത്തോളൂ. ഇപ്പോൾ എല്ലാവരും രാവിലെ ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. രാവിലെ ഓരോരുത്തർ റെഡിയായി വരുന്നതനുസരിച്ച് അവരൊരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കുകയോ ചെയ്യുന്നത്. വൈകുന്നേരമേ ഒന്നിച്ചിരുന്ന് കഴിക്കാറുള്ളൂ, രാവിലെ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും റെഡിയായി. കുഞ്ഞുമോളുടെ മുടിയൊന്ന് കെട്ടിക്കൊടുക്കുന്നത് അതെൻ്റെ പരിപാടിയാണ് കേട്ടോ. അതും ഒന്ന് കെട്ടിക്കൊടുത്തു. ഇനി നമ്മൾ മൂത്തവളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങുവാണ്. മക്കളെ രണ്ടുപേരെ നേരത്തെ റോട്ടിലേക്ക് കയറ്റി വിട്ടു. അതിനുശേഷം 8:30 കൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. 8:30 ആവുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ബസ് മുകളിൽ വരും. അപ്പം വേഗം ചേട്ടായി ഞങ്ങളെയും കൂടെ കൊണ്ടുവിട്ടിട്ടാണ് ചേട്ടായി അടിമാലിക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.